എന്റെ അമ്മേ. ചിക്കൻ ബിരിയാണി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. ഒന്നേമാനെ പറ്റിച്ചതല്ല. ഇന്ത്യ പോകരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു. പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു. സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ. തീ പാർന്ന വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഡേ, ഇന്ന് പ്രായച്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടയ്ക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ കരയാമ്പൂ. കോഴിയുടെ വേഗത്തിൽ കൂടിയോ എന്ന് എനിക്കൊരു സംശയം. ഉമ്മറേ, പാഴ്സൽ റെഡിയോ? സാറേ, എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 30 റുപ്യ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരെ ഗുണം പിടിക്കാത്തന്നെ? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിന് അത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. നമ്മുടെ സാധനം എവിടെ? ആ, ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഇല്ല സാറേ. എന്റെ ഭഗവാനെ, എന്ത് പറ്റി സാർ? 41ാം ചരമദിനം. മോഹൻദാസ് ശ്രീദേവി. സ്നേഹസ്മരണകളോടെ മീര, മായ, മനു, മഞ്ജു. എന്താണ് ഈ കേൾക്കണത്? പിന്നെ തേക്കണം. അപ്പൊ രാവിലെ എടുത്ത തേക്കണം. അത് റോട്ടിൽ എവിടെങ്കിലും കാണും. റോഡിൽ എവിടെങ്കിലും മാറിക്കണോ. ആനക്കാര്യത്തിനല്ല ചേനക്കാര്യം. മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്കുവാണോ? സൈക്കിൾ അല്ല, പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ല ശാന്തേ. ദേ ഇത് കണ്ട, എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരമം പറഞ്ഞുന്ന്. പത്രം വായിക്കാത്തതിന്റെ ദൂഷ്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ചാവടി യന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നോക്കട്ടെ. ഷോ, ഇതെങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ഒന്നിച്ചു കത്തോ? വല്ലവരും തല്ലിക്കൊന്നതാവും, അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതോ ആവും. എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലോ ശാന്തേ. നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. പട്ടിണിയുണ്ടോ, പണക്കുറവുണ്ടോ? കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള്, ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി അയക്കാനുള്ള ഫാക്ടറി, പിന്നെ എസ്റ്റേറ്റ്, ഫിഷിംഗ് ബോട്ട്. എന്റെ പേടി ഇപ്പൊ അതൊന്നുമല്ല. ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന? അയ്യടാ, ഇപ്പൊ വായി വെള്ളം ഊറുന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലെന്ന്. അത് കളാ. ഇനി നമ്മൾ വൈകൂടാ. എത്രയും വേഗം കൊച്ചിയിലെത്തണം. വല്ലവരും അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ്. മോഹൻദാസ് ജീവിച്ചിരുന്നപ്പോ കുറെ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ. എന്നിട്ട് നടന്നോ? അന്ന് നടന്നില്ല. അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത്. അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയല്ലേ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും. നീ എന്റെ പിന്നാലെ നിന്നാ മതി. ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനല്ലടി. അയ്യ, നല്ല കുമ്മാവൻ. നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവര് അറിഞ്ഞോണേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയല്ലേ എന്റെ ശാന്തേ. ഈ കാക്കി കയറിയിട്ട് കൊല്ലം എത്രയായി? വല്ലതും മേടിയോ? ഒരാൺവിത്തുള്ളത് ബോംബെ കിടന്ന് തെണ്ടുക. ഒരു മോളുള്ളത് അമ്മായിയമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്കുക. എന്താണ് അമ്മായിമ്മയ്ക്ക് കുഴപ്പം? ഭാര്യ വീടിന് തിണ്ണ നിരങ്ങുന്ന നീ എന്നെ തെറി വിളിക്കുക? അയ്യോ അമ്മേ, ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ. മിണ്ടി പോകരുത് കരുതേ. മിണ്ടിയ നിന്നെ ഞാൻ ചൂലെടുത്തടിക്കും. കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ആട്ടിന്റെ കാര്യം മുട്ടി ഞാൻ ഒടിക്കും. അഹങ്കാരി. പെൺകുട്ടിയോടായാലേ നിലയ്ക്ക് നിക്കണം. നിലയ്ക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മിണ്ടി പോறது നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചിനെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലുക വേണ്ടേന്ന്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. മോൾക്ക് ഓർമ്മയില്ല കാരെ? കുഞ്ഞമ്മയുടെ മോളാണോ? 7 കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു. ഓർമ്മയുണ്ട്. ആളങ്ങ് വലുതായല്ലോ. നീയോ ഒത്തിരി പൊക്കം വെച്ചു. നീയോ? ഇതാരാണെന്റെ നിന്റെ വിചാരം? ചെമ്മീൻ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായ? കാര്യാക്കണ്ട കുഞ്ഞെ. ഇവള് വിവരദോഷിയ.
എന്നാലും നല്ല ബുദ്ധിയാ. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല. എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാ. പിന്നെ ഭയങ്കര അനുസരണശീലിയാ. അഹങ്കാരില്ല, ധിക്കാരില്ല. ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും. ഞാൻ നോക്കട്ടെ. അയ്യോ, നോക്കിയേ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം. അയ്യോ അമ്മച്ചി, അതിന് മാത്രമുള്ള. നീയും മിണ്ടാതിരിക്കരി. മീര കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ, പിന്നെ നീ എന്തിനു വേണ്ടാതേക്കുന്നത്? അല്ല കുഞ്ഞെ, അതെ. കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായാവും. മഞ്ജു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും. അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല. എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു. ആ, എനിക്ക് കോളേജിലേക്ക് വൈകി. എന്റെ ഡ്രസ്സ് എവിടെ തേച്ചു വെച്ചത്? തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ചേ ഇതിൽ കൂടുതൽ നുണ പറയാണെന്ന് എനിക്ക് വയ്യ. ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഓടെ ഇവിടുത്തെ ആളുകൾക്ക് പോലീസിന് പേടിയില്ലാന്ന് തോന്നണി. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു. ഒന്ന് പറഞ്ഞേ. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോദിച്ചേ. നമ്മള് മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? തോന്നു ചുമന്നുണ്ട്. എന്നെ നോക്കിയേ. ആ കണ്ണി വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ, ഇപ്പൊ ശരിയായോ? വരത്തില്ല. ചെല്ലു ചെല്ലു. മോളത് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ. ഈ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി കണ്ണു ശാന്ത, മറ്റു അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയാ ചാണ്ടേ? ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ. ആ വിട്ടത്തി കൊണ്ട് എടുക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ? ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. ഇതൊക്കെ ഇവിടുത്തെ വേലക്കാരോ മറ്റോ ആയിരിക്കും. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി, SI സബ് ഇൻസ്പെക്ടർ. പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം? അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത്. നിങ്ങൾ അമ്മാവനാണ്, ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ്. എന്നാലും ഞാൻ പറയണം, പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അയാളൊരു SI അല്ലേ. ഈ കാക്കി വേഷത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് കയറി വരുന്നു? ഒരമ്മാവൻ. എന്തമ്മാവൻ? ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. മോഹൻ സാറിനും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാരവെച്ച വിദ്വാനാണ് അത്ര ഇദ്ദേഹം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല. ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട. എല്ലാവരും എന്റെ പിന്നാലെ പോന്നാ മതി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ അനാഥരാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷെ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ, രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ്സ് ചീത്തയാവും, അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനേക്കാളും വലുതാണല്ലോ രക്തബന്ധം. അങ്കിൾ എപ്പോ വന്നു? ഓ ശാന്തേ, ആ സ്നേഹം കണ്ടു. പക്ഷെ ഇവിടെ വന്ന് കേറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ, ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ. എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു SI യാ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും ഓട്ടെ മക്കളെ. എന്നാ പൊന്നുസ്റ്റേട്ടാ, രണ്ടാളെയും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ. തീർന്നില്ലേ? ആദ്യം വാതിലൊന്ന് പണ്ടാറടക്കി. എല്ലാം തീർന്നില്ലേ? പെട്ടിയെടുത്തോ, നമുക്ക് പോവാം. ഇല്ലാത്ത കാശ് മുടക്കി ബസ്സും കാറും പിടിച്ച് ഓടി വന്നതാ. ഞങ്ങൾ പോവാ.
ഇത്ര പെട്ടെന്ന് പോകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യ ഓടിച്ചാടി ഇങ്ങോട്ട് പോകുന്നത്? പോട്ടേന്ന് ചോദിച്ചപ്പോ ആ നരകം പോണ്ടാന്ന് പറയുന്നല്ലേ ഞാൻ വിചാരിച്ചത്. രക്തബന്ധം എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് അങ്ങ് വിവരമില്ലാതായി പോവോ? മോളെ, മോക്ക് വല്ലാതെ വിഷമായി കാണൂല്ലേ? എന്തിന്? അമ്മാവൻ പോലീസാണല്ലോ, SI. അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ. പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് അങ്ങേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത്, അവരോട് ദേഷ്യം കാണിക്കരുത്, പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു. മോള് തന്നെ ഓർത്തു നോക്കിയേ, പറക്കമുറ്റാത്ത നിങ്ങൾ 4 എണ്ണത്തിനെ പെരുവഴി കളഞ്ഞേച്ച് പോവാന്ന് പറഞ്ഞ നോക്ക്, മനസാക്ഷി ഉള്ളവർക്ക് പറ്റുവോ? ലീവ് എടുക്കാൻ പറഞ്ഞു, അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന്. എനിക്കിങ്ങോട്ട് പെരുവരലിന് ദേഷ്യം ഇരച്ചു കയറി. ഈ കേരള മഹാരാജ്യത്ത് വേറെ SI-മാരില്ലേ? ഉത്തരവാദിത്തങ്ങൾ അവർ നോക്കട്ടെ. എന്റെ ദൈവമേ, ഒടുവി പറഞ്ഞ് ലീവ് എടുക്കാവുന്ന സമ്മതിച്ചു. കണ്ടോ ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മുഖത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ? പച്ച പാവം. മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഞങ്ങൾ ഏറ്റു. പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേഗാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരിയും ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങ് തീർക്കാൻ? അയ്യോ, അതാ ഫ്രൈഡ് റൈസ്. എന്താ ഫ്രൈഡ് റൈസ്? എന്തു കുന്തോ. ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ SI എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റ ഏറിഞ്ഞേനെ. പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. എന്നാ ഇനി അത് നടപ്പില്ല കേട്ടോ. പെണ്ണും പിള്ളേക്ക് എന്താ വേണ്ടത്? പെണ്ണും പിള്ളയോ? ഞാൻ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? പിള്ളേരുടെ സ്വന്തം അമ്മായിയാ. എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത്? വേണ്ടത് വേണ്ടപ്പ പറയും. പപ്പൻ ചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയറ് പുഴുക്കും നിർബന്ധ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 2 ആൾക്കും കോഴി ബിരിയാണി വേണം. അതിന്റെ കൂടെ നാരങ്ങ അച്ചാറ്, ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത്, ചമ്മന്തി, പപ്പടം. എടി കാരേ, എന്താ അമ്മച്ചി? നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം. എന്ത് വിഷമം? നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ കൊണ്ടുവരും മോളെ. താൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടൂ. തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത്. തങ്കപ്പ ഒന്ന് പതുക്കെ പറ, ഞാൻ ഒരു വക്കീല. താൻ എവിടുത്തെ വക്കീലാടൂ? 3-ാം സാക്ഷിക്കും 4-ാം സാക്ഷിക്കും പ്രതിയോടുള്ള വ്യക്തിവൈരാഗ്യം തെളിയിക്കാനുള്ള മൂടും സംഭവം തനിക്കാൻ ഓതി തന്നല്ലേ? അതിലൊരു വാക്കെങ്കിലും താൻ പറഞ്ഞോടൂ. അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത്. തങ്കപ്പ, നമ്മൾ വിചാരിച്ച പോലല്ല, സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടൂ? IPC 244 പ്രകാരം. താൻ മിണ്ടി പോരുത്. തന്റെ IPC ഞാൻ കൂടെ കേട്ടതാ. ഒടുക്കവന് പോലീസ് കൊണ്ടുപോയി. താൻ നശിച്ചു പോകത്തല്ലോ. തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹമായിരിക്കും, നോക്കിക്കോ. നീ വന്നോ? ഞാൻ ടെലഗ്രാം അയച്ചിട്ട് എത്ര ദിവസമായി ദിനകര? ടെലഗ്രാം അയക്കുമ്പോ അതിന്റെ കൂടെ വണ്ടിക്കൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു. ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത്. അപ്പൊ നിനക്ക് അവിടെ ജോലിയൊന്നുമില്ലായിരുന്നോ? ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു. എന്തിനാ തന്നെ കമ്പിയടിച്ച് വരുത്തിയത്? പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു. ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് ജീപ്പ് കയറി പോകുന്നത് ഞാൻ കണ്ടു. എന്നെ വിളിപ്പിച്ച കാര്യം പറ. നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. നമുക്ക് സ്വൈര്യമായി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വാ. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചിട്ടി കമ്പനിയും ഫൈനാൻസിങ്ങും തുടങ്ങി. അതിൽ നിന്ന് പണമെടുത്ത് അച്ഛൻ പല ബിസിനസ് നടത്തി നാശ കോടാലിയാക്കി. അവസാനം ചിട്ടി കമ്പനി പൊളിച്ച് എന്നെ കള്ളനാക്കി. തടി കേടാവെന്ന് കരുതിയാണ് രായ്ക്കരാമാനം കള്ളവണ്ടി കയറി ഞാൻ ബോംബെ പോയത്. അച്ഛൻ വക്കീല്, മാന്യൻ. അച്ഛനറിയോ, ആളറിയാതിരിക്കാൻ കുറെ കാലം ഞാൻ ബോംബെയിൽ താടി വെച്ചാണ് നടന്നത്. താടി എന്ന് വെച്ചാ വെപ്പ് താടിയോ ഒറിജിനലോ? വെപ്പ് താടി ഒറിജിനൽ വെക്കാൻ താടി രോമം വളരണ്ടേ? എന്താ ദിനകര, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്നെ ഞാൻ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. നിന്റെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തവന്മാര് വെട്ടുകത്തിയെടുത്തോണ്ട് വീട്ടിൽ വന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അവസാന കൈക്ക് സഹായിക്കാൻ ഈ മോഹൻദാസ് ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ഒരാള് മദ്ദളത്തോടാ ഇതൊക്കെ പറയുന്നത്. ഒരലിന്റെയും മദ്ദളത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത്. പ്രശ്നമതല്ല. എന്റെ മകനാണ് നീ എന്നറിഞ്ഞാൽ കുട്ടികൾ ആ നിമിഷം നിന്നെ കെട്ടൗട്ടടിക്കും. കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നതല്ലേ. നിന്നെ അവര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ മകൻ ഒരു കള്ളനാണ് എന്നവര് കേട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു കാണും.
എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകന്റെ മുഖത്ത് തന്നെ കരിവാരി തേക്കണം അല്ലേ? ഏതായാലും കരിയായി. അപ്പൊ ആ കരി ഒരു മുഖത്ത് മാത്രം തേച്ചാ മതിയല്ലോ എന്ന് ഞാനും കരുതി. നല്ല അച്ഛൻ. നല്ല അച്ഛനാവാൻ നീ എനിക്കൊരു അവസരം താ ദിനകര. പണമില്ലാതെ ഇങ്ങനെ വെറും പിണങ്ങളായി കഴിയുന്നതിലും ഭേദമല്ലേ ഇത് മോനെ. ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുട്ടികൾ 4 എണ്ണത്തിനും എന്നെ അത്രയ്ക്ക് വിശ്വാസമാ. നല്ല സുഖം. വാ ഇവിടെ കിടന്നു. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ. അന്ന് തൊട്ട് ഇതിനകത്ത് കയറി കിടക്കുക. അങ്ങോട്ടും എഴുന്നേക്കാൻ. ആ പെണ്ണ് ചെമ്മീൻ കമ്പനിയിലോട്ട് പോവാന്ന് പറയുന്നത് കേട്ടു. കൂടെ ചെല്ലുന്നെങ്കിൽ ചെല്ല്. എന്നിട്ട് അവിടുത്തെ വരവെത്ര, ചെലവെത്ര, കയറ്റുമതി എങ്ങനെ, ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി ജോലിക്കാർക്കും ഒന്ന് തോന്നട്ടെ. എല്ലാത്തിനും ഒന്ന് വരട്ടി വിട്ടേക്ക്. ഓക്കെ, നല്ല തെറി വിളിക്കാം. എന്റെ സങ്കടം അതല്ല എന്റെ ദൈവമേ. പിന്നെ നിന്റെ സങ്കടം എന്താ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വലിച്ചു കൂടായിരുന്നോ മനുഷ്യ? മതി, നിർത്ത്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എന്റെ ഈശ്വര, ഒരു തുണി എടുത്ത് കൊടുത്തൂടെ മനുഷ്യ? നിക്കുമോളെ. മോള് കുറച്ചങ്ങനെ നീങ്ങിരുന്നേ. എവിടേക്കാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങള് തീരുമാനിച്ചില്ല. നിങ്ങൾ എവിടേക്കാണ് തീരുമാനിച്ച അവിടേക്ക് തന്നെ ഞാനും. മോളെ കുറച്ചങ്ങനെ നീങ്ങിരുന്നേ. എടോ, വണ്ടിയുടെ ഉള്ളു തുടച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യേ, ഷർട്ട് മുഴുവൻ ചീത്തയാവും. വൈകിട്ട് അവര് വിരിച്ചിരുന്നു. നല്ലോണം കാണത്തക്ക രീതിക്ക് വിരിക്കട്ടോ. മക്കളെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നേ. അമ്മാവനോട്ട് ഇരിക്കട്ടെ. ശാന്ത, നീ ഇതിൽ കയറണ്ട. ഞാൻ വന്നാൽ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? എടോ ഡ്രൈവറെ, വണ്ടി സൂക്ഷിച്ചോടിക്കണം. വീരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ. മക്കളെ എല്ലാം അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാന്തേ, ബായ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി, അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവ. പിന്നെ ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അമ്മാവ, ഒരു കാര്യം ചെയ്യാം. പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചുവിടുക. അതെന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇത് ഇയാളാരാ? നമ്മളാരാ? പറഞ്ഞു കൊടുക്കടോ. മീനക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കലേ. ഓ പൊന്നൂസ്, ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്ക് എന്നെ കൊണ്ടുപോകണം. ഇവിടുത്തെ കഴിഞ്ഞു. ഓ, ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി. ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്തതിന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട്. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം പേവരടാന വലിയടാ വലി. ഇനിയിപ്പോ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോ? മോളെ, എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം. ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. നാട് നീളെ നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം. കാവും പുറത്ത് അടിയോടി കുടുംബം കേട്ടാൽ നാട്ടുകാർ ഞെട്ടണം. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത പല കഴുതകളെയും നമുക്ക് ജോലിന് പിരിച്ചു വേണ്ടതായി വരും. ഇത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നോ? അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കി നടത്തിട്ട് പോന്നാ പോരായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മോളെ, അകത്തൊരുത്തം വലിയ അധികാരത്തിൽ കുറെ നേരമായി കയറി കുത്തിയിരിക്കുന്നു. എവിടെ? ഇങ്ങോട്ട് വാ. ആ വേലക്കാരത്തിലുള്ള അയാൾക്ക് ചായ കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു. ഏതോ വക്കീലാത്രേ. ഓ, വക്കീലെങ്കിൽ വന്നു. പപ്പായുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഫ്രണ്ടൊക്കെ പണ്ട്. അധികാരം കാണിക്കാൻ വന്ന അവൻ വിവരറിയും. എവിടുന്ന് വരുന്നു? എന്തു വേണം? ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഞാൻ പറഞ്ഞില്ലേ വക്കീലെങ്കിൽ പപ്പായുടെ അടുത്ത ഫ്രണ്ടാണ്. ആരായാലും ശരി, നമുക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ആ, പെട്ടെന്ന് പറഞ്ഞോട്. ശാന്തേ, ഞാനിവിടെ ഉണ്ട്. ഓ, നീ ഇവിടെ ഉണ്ടാ? വരൂ. എന്തായി കമ്പനി? ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്കിൾ ഒന്നും വിചാരിക്കരുത്. കുട്ടികളെല്ലാം പറഞ്ഞു. 18 കൊല്ലം ഈ അമ്മാവനും അമ്മായി എവിടെയായിരുന്നു? നിങ്ങളുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോ ഇവരെ ആരെങ്കിലും അടുപ്പിക്കുമായിരുന്നു? എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രമാദമായൊരു കേസുണ്ട് മോളെ. അങ്ങനെ വന്നതാ. എന്റെ മോഹൻദാസിന്റെ വീട് ഇവിടെ ഉള്ളപ്പോ ഹോട്ടലിലും മറ്റും പോയി തങ്ങാനെ പോവും. അത് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായി തീരില്ലേ? കോഴിക്കോട് മോഹൻദാസ് ചെരുപ്പുകട നടത്തുന്ന കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ എന്റെ വക്കീലാഫീസിൽ കിടന്ന അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ അങ്കിൾ? അതെനിക്കറിയാം. പക്ഷെ ഈ വലിഞ്ഞുകയറി വരുന്നവനൊക്കെ അത് കാര്യമാക്കണ്ടെന്നേ. താണ്ടേ അവിടെ ഒരാൾ വന്നു കരയോ പിഴിയൊക്കെ ചെയ്യുന്നു. ആര്? ഞാൻ ആദ്യമായിട്ട് കാണുക. എവിടെ? കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മയുടെ അസിത്രയുടെ അടുത്ത്. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. മിസ്റ്റർ, ഇവിടെ 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 മനസമാധാനം തരില്ലേ?
ഇവിടെയും മനസമാധാനം തരില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ തനിക്ക് മനസമാധാനം തരാത്തവരാണെന്ന് തോന്നുമല്ലോ. എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു, ഞാൻ കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചോട്ടെ. അയ്യോ, ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ. ഇതേ ദേ ഈ കുട്ടികളുടെ സ്ഥല. ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സാറേ, ഇവിടെ അമ്പലും ദൈവമൊന്നുമില്ല. ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്തറയാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ആരാണ്? അത് അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ. പക്ഷെ എന്റെ ദൈവം ഇവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം. നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു. ഞങ്ങളുടെ ഡാഡി നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറയാത്ത എന്താ? പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല. അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ നിമിഷം അവിടെ ഇങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു. പക്ഷെ ചിറകറ്റ പറവയ്ക്ക് പറക്കാൻ എങ്ങനെയാവും? എയർ ഇന്ത്യ സമരം പോട്ടെ, വരിക, നമസ്കരിക്കുക, പോവുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ. മോഹൻദാസുമായി എന്താണ് ബന്ധം? എന്തിന് ഞാനത് നിങ്ങളോട് പറയണം? നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. എന്തിന്? ഒരാകാംക്ഷ, അത്രമാത്രം. ഒരു പേരിൽ എന്തിരിക്കുന്നു? എങ്കിലും പറയാം, മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് എന്നാണ്. ഓ മൈ ഗോഡ്, നിങ്ങളാണോ ബാബുരാജ്? മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ? എന്നെ പോകാൻ അനുവദിക്കൂ. ഇനി നിങ്ങൾ ഒരാളെ മുന്നോട്ട് വെക്കാൻ പാടില്ല. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ആരാണ് അങ്കിൾ? ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല. പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല. എന്തായാലും പിടികിട്ടാ പുള്ളിയാ? പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ്. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ പിതൃതുല്യനായ മോഹൻദാസിന്റെ കുട്ടികളാണിവർ. നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ? നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകൂ. സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത എനിക്കങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഓക്കെ, അല്പസമയത്തേക്ക് മാത്രം. താങ്ക് യു, താങ്ക് യു. മോളെ, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമില്ല. എന്തൊക്കെയായാലും ഇവറ്റകൾ അന്യന്മാരല്ലേ? അന്യന്മാരെ കിടപ്പുമുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലേ? പിന്നെ ഒരു മര്യാദ വേണ്ടേ? വരിക, കാണുക, പോവുക, അത് ന്യായം. അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് പോകുന്നു വിചാരിച്ചു, പിന്നെ വൈകുന്നേരം പോകുന്നു വിചാരിച്ചു. ഇതിപ്പോ രാത്രി നേരെ എത്രയായി? ഇതെന്താ ഇവന്റെ ഒക്കെ തറവാടാ? അയ്യേ. അതെ, എന്താ? മോഹൻദാസ് സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട്. 10-15 ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ. ആ, നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് ഈ പഴംപുരാണൊന്നും കേക്കണ്ട. കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. അങ്കിൾ, നീ മിണ്ടരുത്. എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് എന്ത് മനസ്സിലായി? പലതും മനസ്സിലായി. വലിയ വിശേഷമൊന്നും പറയണ്ട. മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ 4 അയലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. എനിക്കെല്ലാം അറിയാം. ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കാലുകുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മോഹൻദാസ് ഇയാളെ ഈ ഗേറ്റ് കടത്തിയില്ല. ആരും മോഹൻദാസാ? അല്ല, ഭഗവൽദാസ്. ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സകല പാരയും വെച്ച വിഷജീവിയല്ലേടോ താൻ. സൂക്ഷിച്ച് സംസാരിക്കണം. അങ്കിൾ പ്ലീസ്. മോള് വെറുതെ ഇരിക്കെ. സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? അവരുടെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു. നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് സമ്മതിച്ചു. അല്ലേ ശാന്തേ? ആ, അതെ. ആര് സമ്മതിച്ചു? ഈ ഞാൻ സമ്മതിച്ചേ. ഇയാള് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവർ ഒളിച്ചോടി? അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പറഞ്ഞില്ലടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ. തനിക്കറിയോ, അന്ന് ചാലക്കുടി കോഴിക്കോട്ട് പാസ്റ്റ് പാസഞ്ചറിൽ 18 രൂപ 30 പൈസക്ക് ടിക്കറ്റ് വാങ്ങി 2 പേര് കയറ്റി വിട്ടു ഞാനാ. നുണ, ശുദ്ധ നുണ. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. ആ സംഭവം ചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? അവന്റെ അമ്മാവനോ അളിയനോ? ഞാൻ ആരാണ് തനിക്ക് പിന്നീട് മനസ്സിലാകും. താൻ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തില്ലേടൂ? എന്ത് ഹേബിയസ് കോർപ്പസ്? ആ, ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മോളെ, ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ. എന്തിനാന്നറിയോ? അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വല്പം കേൾവി കുറവുണ്ടായിരുന്നു. ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്നാ. അതെങ്ങനെയാ? ഇതുപോലത്തെ വക്കീൽമാരല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലി പൂ വെച്ച് കളിക്കവളെ നാളെ വരും. പോലീസ് സംരക്ഷണം ഹേബിയസ് കോർപ്പസ് ആയത്രേ. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചതെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നുണയായിട്ട് തോന്നും. ഞാൻ ഗുണ്ടകളെ അയച്ചു. മോഹൻദാസിനെ തല്ലാനല്ല, തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ. ശ്രീദേവി കാണുന്നത് എന്താ?
മോഹൻദാസ് നെഞ്ചൂക്കുള്ള 5 തടിയന്മാരെ ഒറ്റയ്ക്കിടിക്കുന്നതാ. ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത്. ഇപ്പൊ തനിക്ക് വിശ്വാസം ഇല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? താൻ വിശ്വസിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. വക്കീലങ്ങളിൽ ഇവിടുന്ന് ഇറക്കി വിടാനോ? ശരി, ഇയാള് നാളെ പോയിക്കോട്ടെ. മറ്റവനാരാ? അവനെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാരിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തി പിടിച്ച് വെളി തള്ളണോ? തള്ളിക്കോ, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കടുത്തതായിരിക്കും. അവൻ ആരാ? ഈ വീടുമായിട്ട് അവൻ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട. ഞാൻ പോവുകയാണ്. മിസ്റ്റർ ബാബുരാജ്, എന്താണത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. അനാഥ മന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ, തവളകളെ കീറിമുറിക്കുന്ന ബയോളജി ലാബുകളിൽ എന്നും എവിടെയും അന്യൻ. മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു. ഞാൻ പോകുന്നതാണ് നല്ലത്. നിൽക്കൂ മിസ്റ്റർ ബാബുരാജ്. മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് നൊന്താൽ ദാ അവിടെ നിന്ന് മോഹൻദാസിന്റെ ആത്മാവത് കാണും, ഞെട്ടും. ആ ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല. മിസ്റ്റർ ബാബുരാജ്, ഞാനാണ് പറയുന്നത്. നിങ്ങൾ പോകരുത്. വരൂ, വരൂ, വരാൻ. ഒപ്പിട് മോളെ. എന്താ അങ്കിൾ ഇത്? വക്കീലെങ്കിലാ പറയുന്നു ഒപ്പിടാൻ. എന്റെ മോഹൻദാസിന്റെ മക്കൾക്ക് മനസമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. മോളിൽ ഒപ്പിട്. ഇതിലെന്താ എഴുതിയിരിക്കുന്നു അങ്കിൾ? വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ്. ചെവി അറിയാതെ അമ്മാവനെയും അമ്മാവിയെയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളൂ. അത് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാണെന്ന് അവരറിയില്ല അങ്കിൾ. ഇല്ലല്ലോ, ഈ പെറ്റീഷൻ ഇവിടുത്തെ സർക്കിളിനെ ഒന്ന് കാണിക്കുകയുള്ളൂ, ഒരു വിശ്വാസത്തിന്. പിന്നെ അടിയോടി അടിയന്തിരമായ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് അയാളുടെ സ്റ്റേഷനിൽ ടെലഗ്രാമിൽ. അതൊക്കെ വക്കീലങ്ങൾ നോക്കിയോളാം. പോളിൽ ഒപ്പിട്ടേ. എങ്കിൽ കൂട്ടത്തിൽ ആ ബാബുരാജിനെയും ഇവിടുന്ന് ഇറക്കി വിടാം അങ്കിൾ. അത് മോനെ വേറെ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്താ പ്രശ്നമെന്ന് അങ്കിൾ പറയുന്നില്ലല്ലോ. അയാൾ ആരാ അങ്കിൾ? ഡാഡിയായിട്ട് അയാൾക്ക് എന്താ ബന്ധം? പരിചയമില്ലാത്ത ഒരാൾ വീട്ടിനകത്ത് കിടന്നിങ്ങനെ കറങ്ങുന്നത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് അങ്കിൾ. യഥാർത്ഥ സത്യം ഞാൻ പറഞ്ഞേക്കാം. മോളിങ് വാ. നിങ്ങൾ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എല്ലാരും കേട്ടോളൂ. എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ. എന്റെ പൊന്നുകുട്ടികളെ, നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ്. നിങ്ങളുടെ അച്ഛൻ മോഹൻദാസിന്റെ ഒരു കിഡ്നി ഡാമേജ് ആയതും അത് മാറ്റിവെച്ചതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം. ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ. കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റിംഗ്. മരിച്ചു പോകുമെന്ന നിലയായിരുന്നു. അനാഥനായ ഈ ബാബുരാജ് ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു. പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ. അയാൾ അന്നേ മനസ്സിലെന്തോ കണ്ടിരുന്നു. അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു, ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത്. തന്റെ മകൾ മീരയെ ബാബുരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ ഉദ്ദേശം. സൽ സ്വഭാവിയായ ബാബുരാജാണ് തന്റെ മകളെ കെട്ടുക എന്ന് മോഹൻദാസ് എന്നോട് പറഞ്ഞിരുന്നു. ബാബുരാജിനും അതറിയാം. പാവം മോഹൻദാസ് ആഗ്രഹം സാധിക്കാതെ അവൻ ഈ ലോകത്തു നിന്നും പോയി. മീര ചേച്ചിയെ കെട്ടാൻ ഡാഡി ഇതുപോലെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യങ്കിൾ. വെറും കറമ്പൻ, പൊക്കമില്ല, കാണാനും ഭംഗിയില്ല, സ്മാർട്ട്നെസ് 1% പോലും ഇല്ല. അത് അങ്കിള് പറ, അയാൾ ചേച്ചിക്ക് മാച്ചാണോ? സമയമായോ? ഇതിന് കുറച്ച് ടൈം എടുക്കും. അല്ല, ചെറിയൊരു ചൊറിച്ചിലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായി? എന്താവാൻ? അല്ല, ഫേസ് നല്ല പോലെ വിളിക്കണം. ഇവൻ ബോംബെ പോയി വല്ലാതെ കറുത്തുപോയി. കൂടുതൽ വിളിക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം, ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തി കളയണം. ഒരു പണി ചെയ്യുമ്പോ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്ഭുതം കൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് പണ്ടേ അയാൾ ഭയങ്കര സ്മാർട്ടായിരുന്നെന്ന്. ഏതോ ഒരു കളിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അത്രേ ബാബുരാജ്. ഏത് ഇന്ത്യൻ ടീം? ഏതോ ഒരു ഇന്ത്യൻ ടീം. മാത്രമല്ല അയാളുടെ കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ വെറും കവിയല്ല, നിമിഷ കവി. എന്തിനെ കുറിച്ച് പറഞ്ഞാലും ആ പറഞ്ഞതിനെ കുറിച്ച് കവിത ഉണ്ടാക്കും. പരീക്ഷിക്കാനായി ഞാനൊരു സബ്ജക്ട് പറഞ്ഞു. അപ്പ ചൊല്ലി കവിത, ഇട്ടി വെട്ടുന്ന കവിത. അങ്ങനെയാണോ? എന്നാൽ ഞാനൊരു സബ്ജക്ട് പറയാം. കവിത ഉണ്ടാക്കാൻ നോക്കാലോ? പിന്നെ വാ. ബാബുരാജ്, എല്ലാരും എന്താ ഇവിടെ? ഞങ്ങളൊക്കെ വെറുതെ. ഞാനൊരു സബ്ജക്ട് പറയാം. ആ കവിത എഴുതാനേ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ശരിയാവൂല മോനെ. ശരിയാവും. അല്ല, കുട്ടി പറയട്ടെ, പറയൂ. കുന്തം. എന്റെ സബ്ജക്ട് കുന്തമാണ്.
കുന്തത്തെ പറ്റി ഒരു കവിത ചൊല്ല്. മോനെ ബാബുവേട്ടനെ കളിയാക്കരുത്. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. ഒരു വെടിവെച്ച് വരില്ല. വീട് ആക്രമിക്കോ പുന്നൂസേട്ടാ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട്. ഒന്നും പേടിക്കണ്ട, ഒക്കെ പുന്നൂസ് ഏറ്റു. മോനകത്ത് വയ്ക്കോ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ, ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. അവന്റെ കാലം ഞാൻ പിടിച്ചോളാം. മോൻ ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പുന്നൂസേട്ടൻ മതിയെന്ന്. മുതലാളി മൂരാച്ചി, നിങ്ങളുടെ വാക്കും കീറച്ചക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. നിർത്ത്. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ MD ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ലേ ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചെന്നാൽ പോരെ. മുമ്പത്തെ MD മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളി കേട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. മിസ്റ്റർ, ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്ക് എന്താ കാര്യം? ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്കേ, എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറ്. ആ നീട്ടില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരുമല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. എന്നാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് സാക്ഷി പറയേണ്ടി വരും. വീടാക്രമിച്ച് കൊന്നുള്ള കുറ്റം നമ്മുടെ തലയിൽ വരും. അവന്മാർ തല്ലിച്ചോട്ടെ, ഓടിക്കോ. റെഡി? റെഡി. 1 2 3. മുത്തച്ഛൻ വരണോ, ഞങ്ങളുടെ മുത്തച്ഛൻ വരണോ, അങ്കിൾ ആന്റി, ഞങ്ങളുടെ ഗ്രാൻഡ്പാ വരണോ. ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തെ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും മുത്തച്ഛൻ വരുന്നെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കെ അങ്കിൾ. ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. വി ഹാവ് അവർ ഗ്രാൻഡ്പാ, അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ. ഇയാളിപ്പോ എന്തിനാ എഴുതുന്നേ? യുദ്ധത്തിൽ എന്തുകൂടികൾ ഭരിച്ചില്ല. ദാറ്റ്സ് എ ഗുഡ് ലക്ക് അങ്കിൾ. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയോ. എനിക്ക് ഇത്തിരി തെണ്ണുണ്ട്. നിനക്കോടി? എനിക്ക് പിന്നെ ദണ്ണമില്ലാണ്ടിരിക്കൂ. എനിക്ക് വിശ്വാസമില്ല. എന്റെ ഭാര്യക്ക് സങ്കടമില്ലെന്നോ? അതല്ലടോ കോന്ത, എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു. ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും. Yes, I am your grandpa, Major A.K. Menon.
ചേർത്തിക്ക് തെറ്റിയതാവനെ വഴിയുള്ളൂ. ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരഞ്ഞുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനെ ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്താൽ മനുഷ്യൻ കറുത്തു പോവില്ലേ? ആഹാ. പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണാ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തശ്ശനും കിത്തശ്ശനും ഒന്നും അല്ല. എന്റെ ചേർത്തി ആ അടിയോടി അന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈമുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. മാത്രമല്ല പിടിച്ചിറക്കി വിട്ടാ പിന്നെയും തിരിച്ചു വരും. ഈ റബ്ബർ പന്ത് പോലെ. അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പൂടെ വേഗില്ലെന്ന്. ചോയ ഒഴിഞ്ഞു പോയാ പിന്നെ തിരിച്ചു വരികയില്ല. തിരിച്ചു വന്നു. സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूँ. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूँ. वो मेरे दिल में ही रहे. वो तुम्हार को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं. उसका आमने सामने किया हूं मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. ഉവ് വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്. ഒന്നുണ്ട്, ബൂർഷാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചു പിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. We are really sorry. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ആക്ട് ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ഈ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി. ഒന്നും പറയണ്ട, നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തളിക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടം തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. കാണാം. മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവരും മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളം പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ സ്റ്റണ്ടൊക്കെ അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും.
എന്നാ നമുക്ക് കളിക്കാം. കളിക്കാം. മോ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മ അവൻ ഇടിക്കണ പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. ദാ. ശ്ശും. മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. ആ, വാ. ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. ആ, അതുപോലെ തന്നെ വീഴണം. ആ. ശ്ശും. അയ്യോ. ഇനി ഞാൻ ഇടിക്കാം. ഓ, ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. ആ. ആ. വാ വാ വാ. മോനെ. ഓ. കൊല്ലല്ലോ ചക്കൻ. തോറ്റു തോറ്റു തോറ്റു. ഇത് നല്ല കളി, എന്നും കളിക്കാം. ആ, മരണം വരെ കളിക്കാടാ. എന്നാ അയ്യോ. പത്രല്ലടാ കൈ തരാൻ. ഈ എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? എന്തേ? ഒന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ടോ? പുറത്തോടിഞ്ച് വരാനല്ല. അല്ല, വായിൽ ഉപ്പുരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഒരു പുരസം ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കന. എന്നാ ഒരു നല്ല ഇഷ്ടായി. പൊട്ടിച്ച മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അടി ഓടിയായി. ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസില്ലാതെ കയറി വരിക, ഇരിക്കുക. നേരെ ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ്, പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തെ ഒന്നും ഒരു കുറവുമില്ല. മോനെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണം എന്തോ. അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണോ മോളെ? കുഞ്ഞമ്മേ, ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ, അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോകും. അങ്ങനെ ഒരു മഞ്ഞു. അവിടെ നോക്കി കാണും. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. നമുക്കൊരു കാര്യം ചെയ്യാം. നേരിട്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ നീ പോരാ. ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു കത്തെഴുതി അവർക്ക് കൊടുക്കാം. അതെന്ത് കത്താണ്? ഞാനെഴുതി തരാം. അപ്പൊ അച്ഛൻ എല്ലാ പരിപാടിയും അറിയാല്ലേ? ഞാനൊരു വക്കീലല്ലേ ദിനകര. എന്ത് വക്കീല്? ആ, അതുകളാ. ഇനി ഒന്നും നോക്കാനില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീരക്കായിരിക്കുമല്ലേ? അയ്യോ അയ്യോ, എന്റെ മോള് വീണോ? പോട്ടെ പോട്ടെ പോട്ടെ. കരയണ്ട കേട്ടോ, കരയണ്ട. ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓ,
നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. വിശന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടാന്നായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇത് തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം. എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. ഉപ്പൊന്നും വേണ്ട പൊന്നേ, അച്ഛാ. എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി. അയ്യോ ഞാൻ മൂടി വെച്ചിട്ട് പോ. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ, വിധി പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം, എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്തേ. രണ്ട് കാലമാടന്മാരും കൂടെ അങ്ങ് വെട്ടി വിഴുങ്ങ. ഇതെന്നു മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്തായി ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ട് മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി? നീ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ നീ കൊല്ലുടി. ഞാൻ പല വീട്ടിലും കേട്ടുണ്ട്. എന്റെ വീട്ടിലാ എന്നെ തള്ളിയിടാ നീ. മാറിക്കണോ? അടിച്ചു മരിക്കണമെന്നല്ലേ റോഡോട് ഇറങ്ങിക്കോ. ഇതിനകത്ത് പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുക്കം പ്രേമലേഖനം എഴുതണമെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കരമായിരിക്കണ്ടേ. അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി? പ്രേമലേഖനോ? ഇതെന്തൊക്കെ പറയുന്നേ? അതേടി, ദോഷ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അടുത്ത് എന്തോ കളറുണ്ട്. ആ വിശ്വാസവഞ്ചന കാണിച്ചാലേ ശിക്ഷയ്ക്ക് പരിധിയില്ല മകളെ. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ മുത്തച്ഛൻ. നിനക്കൊന്നും അറിയില്ലല്ലേ? ആ വന്നേ, സോറി മുത്തച്ഛൻ വന്നേ. ഞാനോ? എന്റെ കർത്താവ്, എന്റെ പുറത്തിരിക്ക. ഇതെന്ത് മാരണം? എന്റെ മാതാവേ, മിണ്ടരുത്. മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇത് എഴുതിയത് ആരാണെന്ന് മനസ്സിലായി. ഓ, എങ്കിൽ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും. കഥയൊന്നും കഴിക്കണ്ട, നിർബന്ധമാണ് അവന്റെ ഇടി കൊടുത്തത്. ഓക്കെ, ആരാ? ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനമാ. വിധിയും കോട്ടും കണ്ടില്ലേ? ഉവ്വ്, ഏത് വക്കീൽ? പുറത്തുനിന്നൊരു വക്കീൽ തന്റെ ഭാര്യയ്ക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ? ഓ, അത് ശരി, അവൻ. എടാ വക്കീലേ, ആരാ ഇവിടുത്തെ പ്രേമഭിക്ഷാന്തേ? നിന്റെ പ്രേമഹർജി എന്റെ ഭാര്യയുടെ അടുത്താ? അയ്യോ, അതൊക്കെ അവരുടെ കയ്യിലെത്തി. അപ്പൊ നീ തന്നെയാണ് എന്റെ ആളല്ലേ? നിനക്ക് എന്നെ മനസ്സിലായില്ല. എന്താണ്? അയ്യോ, എന്റെ അമ്മോ! അടിച്ച കൈ ഒടിക്കച്ച. അല്ല വക്കീൽ സാറേ, എന്റെ അമ്മോ! അയ്യോ! നല്ല വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. കാള പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ കയറെടുക്കാൻ ഓടിയത്? യൂണിഫോം ഇല്ലാത്തപ്പോ ഏത് കൊച്ചുകുട്ടിക്കും നിങ്ങളെ തല്ലി താഴ്ത്തിടാൻ പറ്റുമെന്ന് ആലോചിക്കാത്ത എന്താ? ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാ നിരപരാധിയായി എന്നെ നിങ്ങൾ തല്ലിയത്? നിരപരാധികളെ തല്ലുന്നത് നിങ്ങൾ പോലീസുകാരുടെ പതിവാക്കി എടുത്തിരിക്കുകയാണോ? ശാന്തേ, എന്റെ വലത് കൈ എനിക്ക് ഇപ്പോഴും പൊക്കാം. ഇതാ കുഴപ്പം. ആ പൊണ്ണത്തടിയും ഗോതമ്പ് ദോശയ്ക്കടിയിൽ ഒരു കത്ത് വെച്ച ഉടനെ
ഞാനങ്ങ് മയങ്ങി പോകുന്നു നിങ്ങൾ കരുതിയോ? സത്യം പറ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നീ അവനെ പ്രോത്സാഹിപ്പിച്ചോ? ദേ, യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? ഭാര്യയെ അവിശ്വസിക്കുന്നവൻ ചൊറി പിടിച്ച് ചാവുന്ന. എന്നാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, അവനിലേക്ക് നിന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ലാന്ന്. ആ മണ്ട വക്കീലിലേക്കല്ല, മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പോലും എന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ഇനി ചായവേ ഇല്ല. അവിടുന്ന് നിന്നേ. തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിനാ? താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് വന്ന് സംസാരിക്കാം. ആ, ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തൂ. തെമ്മാടിത്തരം കാണിച്ചിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു. വക്കീല്, ഇന്നെ ഒരു പ്രേമലേഖനം വയസ്സുകാലത്ത് നീ എനിക്ക് നിന്നെ ഞാൻ ശരിയാ. കൊല്ലി ഞാൻ നിന്നെ. നിന്നെ എഴുതരുത് ആർക്കും. നിന്റെ ഒരു കഥ തുറക്കാൻ തുറക്കാനാ പറഞ്ഞത്. അയ്യോ, ഭദ്രകാളി, നീ ഇത്രയും വലിയ മന്ത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. എനിക്ക് മതി, എല്ലാം മനസ്സിലായി. എന്താ നീ എന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്റെ കർത്താവെ, ഏതൊന്ന് കഴിഞ്ഞുന്നാ തോന്നണേ. ചിലപ്പോ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാവുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കും. അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണ കുറ്റിയടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കി. അയ്യോ, നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ, അങ്ങനെ പറയല്ലേ. വക്കീലിനോട് പോയി പുറത്തോളാം. ദൈവദോഷം പറയരുത്. ദൈവദോഷം പറയണേ. മോഹൻലാലിനെ കണ്ടളകില്ല, മമ്മൂട്ടിയെ കണ്ടളകില്ല. നിന്നെ എനിക്ക് മനസ്സിലായി. ആ ലോട്ടറി ടിക്കറ്റും വിറ്റ് കിടന്നപ്പോ മനസ്സിന് കുറച്ച് സമാധാനങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അതും പോയി. സാറേ, ഈ ഫാക്ടറിയുടെ അടുത്ത ആകെ ഇളകിയിരിക്കുക. ഓ, അപ്പൊ ഈ കെട്ടിടം അത്രയ്ക്ക് പഴയതാണല്ലേ. ജോലി നടക്കുന്നതിനിടയ്ക്ക് ഇടിഞ്ഞു വീണ ആള് തട്ടിപ്പോവല്ലോ. ഏത് ഭാഗമാ ഇളകിയേ? സാർ പ്ലീസ്, ആ അടിത്തറ അല്ല ഈ അടിത്തറ. ഞാൻ ഉദ്ദേശിച്ചേ സാമ്പത്തിക അടിത്തറയാ. ബാങ്കിലാകെ കടം, കമ്പനി ഓടിയില്ല ഓടുന്നു. ഇതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് സാർ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയത്? തെളിച്ചു പറ. ബാലൻസ് ഷീറ്റ് ഒന്നും സാർ നോക്കാറില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്. ധാരാളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തായിട്ട് കണക്കിൽ കാണാം. പക്ഷെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എവിടെ? എക്സ്പോർട്ട് ചെയ്തോ? എങ്കിൽ അതിനുള്ള രേഖ എവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ സാർ എന്ത് മേൽനോട്ട് അവിടെ നടത്തുന്നത്? വന്നേ, കാണിച്ചു തരാം. വാ. മീര മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീര മോഹൻദാസ്. സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ. ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? മേ കമിൻ സർ? യെസ് സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ, അമേരിക്ക ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്യാൻ നിർബന്ധമില്ല. മിസ്റ്റർ ബാബുരാജ്,
എഴുത്ത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണ് എല്ലാം. നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ കത്തിലെ അതേ കയ്യേഷം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും ബലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തില് നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇതിൽ കോടതി ഭാഷയില്ല. വക്കീൽ അങ്കിളിന് ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാളെ മൊത്തം കുഴപ്പമാ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും അയക്ക് ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണവും തട്ടിപ്പാ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്താ അങ്കിൾ. സമാനിക്ക് ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളെന്ത് പറഞ്ഞു? എന്തു പറയാൻ, എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരെയും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ആ മുത്തച്ഛൻ. എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, കളയരുത്, മുഴുവനും വായിക്കൂ. ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു: യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്. കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം: എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരമുണ്ടാക്കും. സ്വന്തം ബാബുവേട്ടൻ. എന്താ ഇത്? അരി. അതെനിക്ക് മനസ്സിലായി. അരി കഴിയാതെയാണ് അടുപ്പത്തിരുന്നത്. അയ്യോ, ഞാൻ കരുതിയത്. പോയി കഴിയിട്ടു അടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി. ഉള്ളി? അയ്യോ, അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടെ. നിനക്ക് എന്തണ്ടി വല്ല ഭ്രാന്ത് പിടിച്ച? കൊണ്ടാടി. പോടി പോടി. നീ ഇനി അടുക്കള കടന്നു പോവരുത്. താങ്ക് യു അമ്മച്ചി. നോവല് വായിച്ചു, മുഴുവനും വായിച്ചു. നല്ല ഇനം ചെമ്പുപാത്രങ്ങൾക്ക് മുസലിയാർ പാത്രക്കട. എനിക്കതിനെ ചെമ്പുപാത്രം. എഴുത്ത് കിട്ടി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ? സംസാരിക്കാം. ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ ഇവിടെ. നീര വീണച്ചാ. അയ്യോ, വീണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയ കുട്ടിക്ക്? എന്റെ എഴുത്തിൽ അവൾ വീണെന്നാ ഞാൻ പറഞ്ഞത്. ഇതാ നോക്ക്. എങ്ങനെ ഇനിയെല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ. എന്തിനാണ് അവ സംസാരത്തിന് അടുക്കള ജനാല തിരഞ്ഞെടുത്തത്? എടാ മണ്ട, അവളുടെ മുറിയിലാകുമ്പോ മറ്റു പിള്ളേർ അറിയില്ലേ? എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്കെന്ന. വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും. ഓഹോ, എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു.
പേടിയാവുന്നു. ഇത് ഞാനല്ലേ, ബാബുവേട്ടനല്ലേ? ആദ്യം പൂച്ച കരഞ്ഞതും ബാബുട്ടനായിരുന്നോ? അതെ, ആട് കരഞ്ഞതും പട്ടി കുരച്ചതും ഒക്കെ ഞാൻ തന്നെയാ. എനിക്ക് 20 മൃഗങ്ങളുടെയും 19 പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ആള് ഭയങ്കര മിമിക്രിക്കാരനാണല്ലോ. മിമിക്രി ഇഷ്ടാണോ? പിന്നെ ഭയങ്കര ഇഷ്ടാ. എന്റെ ഭാഗ്യം. എങ്കിൽ ദിവസത്തിൽ 24 മണിക്കൂറും ഞാൻ കുട്ടിയുടെ മുമ്പിൽ മിമിക്രി കാണിക്കും. അതിരിക്കട്ടെ, ഇതെന്താ എന്നോട് അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത്? ഞാനൊന്നും അടുക്കളയിലല്ലേ കിടക്കാറ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ആദ്യം ഒരു കത്തയച്ചിരുന്നു. അത് മേൽവിലാസം തെറ്റി. അത് ഒരു കണക്കിന് നന്നായി. സത്യം പറ, എന്നെ ഇഷ്ടമാണോ? എന്തൊരു ചോദ്യം അത്. ഇഷ്ടമില്ലെങ്കിൽ വരാൻ പറയൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് ഇത്ര പെട്ടെന്ന് അടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കാ വിശ്വസിക്കാൻ പറ്റാത്തത്. ബാബുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ അത്ര വലിയ ആളാണോ? പ്രായത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത് പ്രായം? ബാബുവിന് എത്ര വയസ്സായി? 33. അല്ലല്ല, 29. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് 22 ആയി. 22? ഞാൻ വിശ്വസിക്കില്ല. സത്യമായിട്ട് 22 ആയി. 18 ആയതേ ഉള്ളൂ എന്നാണല്ലോ. കൃത്യനിഷ്ഠയുള്ള ജീവിതം ആയതുകൊണ്ട് വയസ്സ് കുറവേ തോന്നും. അതാ. എന്തായി? ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. ക്ലാരെ, എല്ലാം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ്. തെറ്റിദ്ധരിച്ച ഞാനാ. അമ്മച്ചി പറഞ്ഞപ്പോഴാ ആ തെറ്റിദ്ധാരണ മാറിയത്. അമ്മച്ചി എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് ഒന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അതെ, ആള് തെറ്റിപ്പോയതാണ് ആകെ പ്രശ്നമായത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും മുറിവേൽപ്പിക്കാനും നിങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. എന്റെ കുട്ടി, ഞാൻ നിങ്ങളുടെ കുട്ടിയൊന്നുമല്ല. കുട്ടി ആരുടെ കുട്ടിയാണെന്ന് എനിക്കറിയണ്ട. ഞാനാ മണ്ടി. നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു. ഒരു അടുക്കളക്കാരിയുടെ മകളാണ് ഞാനെന്ന് ഓർമ്മിച്ചില്ല. ചേച്ചേ, കരയാതിരിക്കൂ, കരയാതിരിക്കൂ. നിങ്ങൾ എന്റെ മനസ്സ് നോവിച്ചു. അമ്മച്ചി എന്റെ മേലും നോവിച്ചു. ഇതുണ്ടോ, ചട്ടിയും പഠിപ്പിച്ച് പൊള്ളിച്ചതാ. ഞാൻ കുട്ടിയും കുട്ടിയുടെ അമ്മച്ചും വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടവനല്ല. നേര് പറ, എന്നെ ചതിക്കാനായിരുന്നില്ല ഇതൊക്കെ? നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വക്കീലിന്റെ എഴുത്തുണ്ട്. ആ, കോടതിയിൽ നിന്നായിരിക്കും. ഇനി അങ്ങോട്ട് ചെല്ലേണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും. പ്രിയപ്പെട്ട അച്ഛ, ജീവിതം ക്ഷണികമാണ്. മനസ്സൊരു കുരങ്ങനും. കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത്. മീരയെ കിട്ടിയില്ല, പക്ഷെ ക്ലാരയെ കിട്ടി. അതെ, അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ്. ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പേര് മാറ്റി ഒരു ക്രിസ്ത്യാനി ആവണമെന്ന്. ഞാൻ ഇനി അച്ഛന്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല. ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നേ വിളിക്കൂ. അനുഗ്രഹിക്കുക. അപ്പച്ചന്റെ മകൻ സെബാസ്റ്റ്യൻ.